जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। हरे कृष्ण। ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് 9ാമത്തെ അധ്യായമാണ് തുടങ്ങുന്നത്. അപ്പൊ അധ്യായത്തിന്റെ പേര് ഭക്തിയുത സേവനത്തിന്റെ കൽപ്പവൃക്ഷം. അപ്പൊ ഈ അധ്യായത്തില് അതായത് ചൈതന്യ മഹാപ്രഭു, അതായത് വിശ്വംഭരൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഒരു വൃക്ഷം അദ്ദേഹം ജഗന്നാഥ്പുരിയില് നടന്നു. അത് പിന്നീട് നവദ്വീപിൽ നടന്നു. അതിനുശേഷം അത് ജഗന്നാഥ്പുരിയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ വൃന്ദാവനം, അവിടെ നിന്ന് വീണ്ടും അതിന്റെ വേരുകൾ വളർന്നു. വൃക്ഷത്തിന്റെ തായ്ച്ചെടി എന്ന് പറയുന്നത് ചൈതന്യമാണ്. അപ്പൊ അതിന് വീണ്ടും പടരുന്ന വേരുകളുണ്ട്. അത് 8 മഹാസന്യാസിമാരായി ഇവിടെ പറയുന്നു. അപ്പൊ അതിലെ പ്രധാന തടിയിൽ 2 ശാഖയുണ്ട്. അത് ഒന്ന് അദ്വൈത പ്രഭു, രണ്ടാമത് നിത്യാനന്ദ പ്രഭു. അപ്പൊ ഈ 2 ശാഖയിൽ നിന്ന് വീണ്ടും പല ശാഖകൾ വളരുന്നു, ശിഖരങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ആ വൃക്ഷം ഫലം തരുന്നു. ആ ഫലം വിതരണം ചെയ്യാനുള്ളതാണ്. അതാണ് കൃഷ്ണപ്രേമം. അപ്പൊ ചൈതന്യ മഹാപ്രഭു തന്നെ അത് പരിപാലിക്കുകയും ആസ്വദിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ പിന്നീട് ചൈതന്യ മഹാപ്രഭു എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് അത് വിതരണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് 1ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. തം ശ്രീമദ് കൃഷ്ണ ചൈതന്യ ദേവം വന്ദേ ജഗദ്ഗുരും യസ്യാനുകമ്പയാ സ്വാഭി മഹാബ്ദീം സന്ദരേ സുഖം. ആരുടെ കാരുണ്യത്താൽ ഒരു സ്നാനൻ പോലും മഹാസമുദ്രം നീന്തിക്കിടക്കാൻ കഴിയുന്നുവോ, ജഗദ്ഗുരുവായ ആ ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു. അതിന്റെ ഭാവാർത്ഥം: ഒരു നായ് ചിലപ്പോൾ ജലത്തിൽ ഏതാനും അടി നീന്തുന്നതും കരയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പക്ഷം അതിന് ഒരു സമുദ്രത്തിന്റെ മറുകരയോളം നീന്താൻ കഴിയുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്നെ സ്വയം എത്തിക്കൊണ്ട് തനിക്ക് ഒരു ശക്തിയുമില്ലെന്നും പക്ഷെ വൈഷ്ണവരുടെയും മദനമോഹന വിഗ്രഹത്തിന്റെയും പ്രകടിപ്പിക്കപ്പെട്ട ചൈതന്യ ഭഗവാന്റെ ഇച്ഛയാൽ ചൈതന്യ ചരിതാമൃതം അവതരിപ്പിക്കുന്നതിനായി അതീന്ദ്രിയ സമുദ്രം തരണം ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. ഇവിടെ വളരെ വിനയപൂർവ്വം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം എടുത്തു പറയുകയാണ്. അതിന് ഉദാഹരണം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്നെയാണ്. കാരണം നിസ്സായ അവസ്ഥയിലാണ്, ഒരു ശക്തിയുമില്ലാതെ അദ്ദേഹം ചൈതന്യ ചരിതാമൃതം എഴുതുന്നത്. അപ്പൊ അതെല്ലാം വൈഷ്ണവന്റെ കാരുണ്യമാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ്, മദനമോഹന വിഗ്രഹത്തിന്റെ കാരുണ്യമാണ് എന്നിവിടെ എടുത്ത് പറയുക. ജയ ജയ ശ്രീ ചൈതന്യ ഗൗരചന്ദ്ര ജയ അദ്വൈത ജയ ജയ നിത്യാനന്ദ. ഗൗരഹരി എന്നറിയപ്പെടുന്ന ശ്രീ ചൈതന്യന് എല്ലാ സ്തുതികളും, അദ്വൈതാചാര്യനും നിത്യാനന്ദ പ്രഭുവിനും എല്ലാ സ്തുതികളും. ജയ ജയ ശ്രീവാസാദി ഗൗരഭക്തഗണ സർവാഭീഷ്ടപൂർത്തിഹേതു ജാൻഹാര സ്മരണ. ശ്രീവാസ് ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർക്ക് സർവസ്തുതികളും.
എന്റെ എല്ലാ അഭിലാഷങ്ങളും സഫലമാക്കപ്പെടുന്നതിന് ഞാൻ അവരുടെ പാദങ്ങൾ സ്മരിക്കുന്നു. ആദിലീലയുടെ 7-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ള പഞ്ചതത്വ ആരാധനയുടെ അതേ തത്വങ്ങൾ ഗ്രന്ഥകർത്താവ് ഇവിടെ പിന്തുടരുന്നു. നേരത്തെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞതില് പഞ്ചതത്വത്തിന്റെ മഹത്വം. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ, ശ്രീ ജീവഗോപാല ഭട്ട ദാസ രഘുനാഥ. ഞാൻ 6 ഗോസ്വാമിമാരെയും സ്മരിക്കുന്നു. രൂപ, സനാതന, രഘുനാഥ ഭട്ട, ശ്രീ ജീവ, ശ്രീ ഗോപാല ഭട്ട, ദാസ രഘുനാഥ്. ഇതാണ് അതീന്ദ്രിയ സാഹിത്യ രചനയുടെ പ്രക്രിയ. വൈഷ്ണവ യോഗ്യതയില്ലാത്ത ഒരു വികാര ജീവിക്ക് ആത്മീയ സാഹിത്യം രചിക്കാനാവില്ല. കൃഷ്ണലീല ഒരു കലാപരമായ വിഷയം മാത്രമാണെന്ന് കരുതുന്ന അനേകം വിഡ്ഢികളുണ്ട്. അവർ ഗോപികമാരുമൊത്ത് കൃഷ്ണഭഗവാന്റെ ലീലകളെ കുറിച്ച് എഴുതുകയും ചിത്രങ്ങൾ രചിക്കുകയും ചിലപ്പോൾ അസഭ്യമായ രീതിയിൽ അവയെ വർണ്ണിക്കുകയും ചെയ്യും. ഈ വിഡ്ഢികൾ ഭൗതികമായ ഇന്ദ്രിയ സുഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നതി ആഗ്രഹിക്കുന്നവർ കരുതലോടെ അത്തരം സാഹിത്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും അവിടുത്തെ പാർഷദന്മാരെയും ശിഷ്യന്മാരെയും ആദരിക്കുന്നതിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കാഴ്ചവെച്ച രീതിയിലുള്ള ഒരു കൃഷ്ണ സേവകനും വൈഷ്ണവ സേവകനും അല്ലാത്ത ഒരാൾ അതീന്ദ്രിയ സാഹിത്യ രചനയ്ക്ക് ഉദ്യമിക്കരുത്. ഇപ്പൊ പ്രഭുപാദർ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. കാരണം ഇപ്പോ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എല്ലാ 6 ഗോസ്വാമിമാരെയും സ്മരിക്കുന്നു. അവരെല്ലാം വണങ്ങി വൈഷ്ണവന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇത് എഴുതുന്നത്. അപ്പോ അവരുടെ അനുഗ്രഹം ഇല്ലാതെ ഒരുവനും ഈ സാഹിത്യ രചനയ്ക്ക് കഴിയില്ല എന്നാണ് പ്രഭുപാദർ പറയുന്നത്. ये सब प्रसादे लिखी चैतन्य लीला गुणा जानी वा न जानी करी अपनशोधനം. ഈ വൈഷ്ണവരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം കാരുണ്യത്താലാണ് ഞാൻ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെയും ഗുണങ്ങളെയും കുറിച്ച് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ആത്മീയ ശുദ്ധീകരണത്തിനായാണ് ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നത്. അപ്പോ ഓരോ വൈഷ്ണവനും ചിന്തിക്കേണ്ടത്, നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നത്, അതായത് പ്രീച്ചിങ് ആയാലും ഏത് സേവനമായാലും നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിനാണ് നമ്മൾ ഈ സേവനം ചെയ്യുന്നത്. ആത്മീയ രചനയുടെ രത്നചുരുക്കം ഇതാണ്: ഒരുവൻ അംഗീകൃത വൈഷ്ണവനും വിനീതനും വിശുദ്ധനുമായിരിക്കണം. അതീന്ദ്രിയ സാഹിത്യം രചിക്കുന്നത് ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടിയായിരിക്കണം. ബഹുമതിക്ക് വേണ്ടിയാകരുത്. ഭഗവാന്റെ ലീലകളെ പറ്റി എഴുതുന്നതിലൂടെ ഒരുവൻ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തും. ഞാൻ ഒരു മഹാഗ്രന്ഥകാരൻ ആയിരിക്കാം, ഞാൻ ഒരു ഗ്രന്ഥകാരനായി തീരും, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ വിഖ്യാതനായി തീരും എന്നിങ്ങനെ ആസക്തനായി ചിന്തിക്കരുത്. ഇവയെല്ലാം ഭൗതിക അഭിലാഷങ്ങളാണ്. ഒരുവൻ സ്വന്തം ശുദ്ധീകരണത്തിന് വേണ്ടി എഴുതാൻ ശ്രമിക്കണം. അത് പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്തേക്കാം. അത് കാര്യമാക്കരുത്. ഒരുവന് യാഥാർത്ഥത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവന്റെ അഭിലാഷങ്ങളെല്ലാം പൂർത്തിയായി. ഒരുവൻ മഹാനായ എഴുത്തുകാരനായി അറിയപ്പെടുക എന്നത് ആകസ്മികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഭൗതികമായ പേരിനും പ്രശസ്തിക്കും വേണ്ടി അതീന്ദ്രിയ സാഹിത്യം രചിക്കാൻ ഉദ്യമിക്കരുത്. ഹരേ കൃഷ്ണ. അപ്പൊ ശ്രീല പ്രഭുപാദര് നമുക്കറിയാം, തുടക്കത്തില് ഭഗവത്ഗീതയ്ക്ക് കമന്ററി കൊടുത്തു. ആദ്യം അദ്ദേഹം എഴുതിയതെല്ലാം ബൈക്ക് കൊണ്ട് വിറ്റു. അതിനുശേഷം വീണ്ടും എഴുതി. അതിനു മുമ്പ് അദ്ദേഹം ബാക്ക് ടു ഗോഡ് കിട്ടുന്ന മാഗസിൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നും എല്ലാവരും കൃഷ്ണാബോധം ആകണമെന്നും എന്ന ചിന്തയോടു കൂടിയാണ് ശ്രീല പ്രഭുപാദര് എഴുതിയത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ കൃതികള് വേൾഡ് ഫേമസ് ആയി. ഇപ്പൊ പ്രഭുപാദരിലൂടെ പറയുന്നത് സ്വാഭാവികമായിട്ട് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ പ്രശസ്തിക്ക് വേണ്ടിയല്ല സാഹിത്യം രചിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കൂ, എല്ലാവരും
സാഹിത്യകാരന്മാർ അവർക്കെല്ലാം പേരിന് വേണ്ടിയാണ് എഴുതുന്നത്. ജനങ്ങളുടെ നന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭഗവാന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. മാലാകാര സ്വയം കൃഷ്ണപ്രേമ പ്രേമാമരതു സ്വയം രാധാ ഭോക്ത തത്ഫലാനാം യസ്തം ചൈതന്യമാശ്രയേ. കൃഷ്ണപ്രേമമാകുന്ന അക്ഷയവൃക്ഷവും അതിന്റെ പരിപാലകനും ഫലദാതാവും ആസ്വാദകനും ഒക്കെ ആയ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പ്രഭു കഹേ അമി വിശ്വംഭരനാമകരി നാമസാത്തഹയായതി പ്രേമേ വിശ്വപരി. ചൈതന്യ മഹാപ്രഭു ചിന്തിച്ചു, എന്റെ പേര് വിശ്വത്തെ പരിപാലിക്കുന്നവൻ എന്നർത്ഥം വരുന്ന വിശ്വംഭരൻ എന്നാണ്. വിശ്വം മുഴുവൻ ഭഗവത് പ്രേമം നിറയ്ക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ആ പേര് അനർത്ഥകമാകും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യ പേര് വിശ്വംഭരൻ എന്നാണ്. എന്ന് പറഞ്ഞാല് ഭഗവാൻ വിശ്വത്തെ പരിപാലിക്കുന്നവൻ. ഏതച്ചിന്തി ലൈല പ്രഭു മാലാകാരധർമ്മ നവദ്വീപെ ആരംഭിലാം ഫലോദ്യാന കർമ്മ. ഈ വിധത്തിൽ ചിന്തിച്ച് അവിടുന്ന് ഒരു ഉദ്യാന പാലകന്റെ കർമ്മം സ്വീകരിക്കുകയും നവദ്വീപിൽ ഒരു ഉദ്യാനം വളർത്താൻ ആരംഭിക്കുകയും ചെയ്തു. ശ്രീ ചൈതന്യമാലാകാര പൃഥ്വിവിദേ ആനി ഭക്തി കൽപകരു യോഗിലാസിഞ്ചി ഇച്ഛാവാനി. ഭഗവാൻ ഭക്തിയുടെ കൽപ്പവൃക്ഷം ഈ ഭൂമിയിൽ കൊണ്ടുവരികയും അതിന്റെ തോട്ടക്കാരനാകുകയും ചെയ്തു. അവിടുന്ന് വിത്ത് വിതയ്ക്കുകയും തന്റെ ഇച്ഛയാകുന്ന ജലത്താൽ അതിനെ നനയ്ക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം ചെയ്തത് ചൈതന്യ മഹാപ്രഭു തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഭക്തിയുടെ സേവനത്തെ ഒരു വള്ളിച്ചെടിയോട് താരതമ്യം ചെയ്തിരിക്കുന്നു. ഒരുവൻ സ്വഹൃദയത്തിൽ ഭക്തിലതയുടെ ബീജം വിതയ്ക്കണം. അവൻ പതിവായി ഭഗവത് ശ്രവണ കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ വിത്ത് മുളയ്ക്കുകയും ക്രമേണ പക്വതയുള്ള ഒരു ചെടിയായി വളരുകയും പിന്നീട് ഭഗവത് പ്രേമമാകുന്ന ഫലം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ ആ തോട്ടക്കാരന് മാലാഖാര ഈ ഫലം തടസ്സം കൂടാതെ ആസ്വദിക്കാൻ കഴിയുന്നു. ഇപ്പോ ഇവിടെ നമ്മള് വൃക്ഷം എന്ന് പറയുന്നത് ഇത് ഭഗവത് പ്രേമത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് വളരണമെങ്കിൽ ശ്രവണ കീർത്തനം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഭക്തി വളരണമെങ്കിൽ ശ്രവണ കീർത്തനം ആവശ്യമാണ്. ജയ ശ്രീ മാധവേന്ദ്രപുരി കൃഷ്ണ പ്രേമപുരം ഭക്തി കൽപ്പ തരു തേൻ ഹോ പ്രഥമ അങ്കുര. കൃഷ്ണപ്രേമത്തിന്റെ കലവറയായ മാധവേന്ദ്രപുരിക്ക് എല്ലാ സ്ത്രീകളും. അദ്ദേഹം ഭക്തി സേവനത്തിന്റെ ഒരു കൽപ്പവൃക്ഷമാകുന്നു. അദ്ദേഹത്തിലാണ് ഭക്തി സേവനത്തിന്റെ ബീജം ആദ്യം അങ്കുരിച്ചത്. ഭാവാർത്ഥം: ശ്രീ മാധവേന്ദ്രപുരി എന്നറിയപ്പെടുന്ന ശ്രീ മാധവേന്ദ്രപുരി മധ്വാചാര്യ ശിഷ്യപരമ്പരയിൽ വിശ്വവിഖ്യാതനായ സന്യാസിയായിരുന്നു. ശിഷ്യപരമ്പരയാൽ മാധവേന്ദ്രപുരി തുടർന്ന് മൂന്നാമതായി ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നു. മധ്വാചാര്യ ശിഷ്യ പരമ്പരയിലുള്ള ആരാധനക്രമം കർമാനുഷ്ഠാനപരമായ കർമ്മങ്ങൾ നിറഞ്ഞവയാണ്. അതിന്റെ ഭഗവത് പ്രേമം വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശിഷ്യപരമ്പരയിൽ ആദ്യമായി ഭഗവത് പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും ഐ ദീനാദയാർത്ഥനാഥ, അല്ലയോ കർമ്മകാർണികനായ ഭഗവാനെ എന്നീ വാക്കുകളിൽ ആരംഭിക്കുന്ന ഒരു കാവ്യം രചിക്കുകയും ചെയ്തത് മാധവേന്ദ്രപുരിയായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭഗവത് പ്രേമ ഘോഷണത്തിന്റെ ബീജം ആ കാവ്യത്തിലുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ചൈതന്യ ചരിതാമൃതം മധ്യലീല 4:197 ഉണ്ട്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവിന്റെ ഗുരുവാണ് ഇവിടെ പറയുന്നത്. മാധവേന്ദ്രപുരി നിന്നാണ് ആദ്യമായിട്ട് ഭഗവത് പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടത്. ശ്രീ ഈശ്വരപുരി രൂപേ അങ്കുരപുഷ്ടഹൈലാം അവനെ ചൈതന്യമാലി സ്കന്ധ ഉപജീലാം. അതിനുശേഷം ഭക്തിയുത സേവനത്തിന്റെ വിത്ത് ഫലപുഷ്ടമായത് ഈശ്വരപുരിയുടെ രൂപത്തിലായിരുന്നു. അതേ തുടർന്ന് ഉദ്യാന പാലകനായ ചൈതന്യം മഹാപ്രഭു തന്നെ ഭക്തിവൃക്ഷത്തിന്റെ മുഖ്യ തടിയായി തീർന്നു. ഭാവാർത്ഥം: ശ്രീ ഭക്തിദാസ് സരസ്വതി ഠാക്കൂർ തന്റെ അന്യഭാഷ്യത്തിൽ എഴുതുന്നു, ഇപ്പോൾ കാമഘട്ട എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിലുള്ള കുമാരഘട്ട എന്ന
വാസിയായിരുന്നു ഈശ്വരപുരി. അതിന് സമീപത്തായി ഈസ്റ്റേൺ റെയിൽവേ സ്റ്റേഷനിൽപ്പെട്ട ഹാലിസ് സഹറ എന്നു പേരുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ ഓടുന്നത് കൽക്കട്ടയുടെ കിഴക്കൻ വിഭാഗത്തിലാണ്. ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഈശ്വരപുരി മാധവേന്ദ്രപുരിയുടെ ഏറ്റവും പ്രിയ ശിഷ്യനായി. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ അവസാന ഭാഗത്ത് അന്ത്യലീല 8:28-30 പറഞ്ഞു: ഈ ഈശ്വരപുരി ഗോസാനി കരേ ശ്രീപാദസേവന സ്വഹസ്ത കരേന മലമൂത്രാതിമാർജന നിരന്തര കൃഷ്ണനാമക്കരായ സ്മരണ കൃഷ്ണനാമ കൃഷ്ണലീല ശുനായ അനുലക്ഷണ കൃഷ്ണാഹനപുരി താന്റെ കൈല ആലിംഗന വരാതില കൃഷ്ണേ ത്വമാര ഉക പ്രേമധന ശൈഹൈദേ ഈശ്വരപുരി പ്രേമേര സാഗര. ശ്രീ മാധവേന്ദ്രപുരി തന്റെ ജീവിതത്തിൽ അന്ത്യകാലത്ത് തികച്ചും ദുർബലനായി. അദ്ദേഹത്തിന് പൂർണ്ണമായും ചലനശേഷി ഇല്ലാതായി. അപ്പോൾ ഈശ്വരപുരി അദ്ദേഹത്തിന്റെ മലമൂത്ര പ്രശ്നങ്ങൾ നീക്കുന്ന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സ്വയം മുഴുകി. ശ്രീ മാധവേന്ദ്രപുരിയുടെ ജീവിതത്തിലെ അന്ത്യഘട്ടത്തിൽ സദാ ഹരേകൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്തുകൊണ്ടും ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെ പറ്റി അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ടും ഈശ്വരപുരി അദ്ദേഹത്തിന്റെ നല്ല ശിഷ്യനായി സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് സംപ്രീതനായ മാധവേന്ദ്രപുരി പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട കുട്ടി, നിന്നിൽ പ്രസാദിക്കണമേ എന്ന് ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കുക മാത്രമേ എനിക്ക് കഴിയൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അപ്പൊ ഇവിടെയാണ് നമുക്ക് എങ്ങനെയാണ് ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് വളരെ ആയിട്ടുള്ള സേവനങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ആ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്രകാരം ഈശ്വരപുരി തന്റെ ആത്മീയ ഗുരുവായ മാധവേന്ദ്രപുരിയുടെ കാരുണ്യത്താൽ ഭഗവത് പ്രേമ സാഗരത്തിന് ഒരു മഹാഭക്തനായി തീർന്നു. ശ്രീ വിശ്വനാഥ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഗുരു അഷ്ടക പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നു: യസ്യപ്രസാദ ഭഗവത് പ്രസാദ യസ്യപ്രസാദ നഗതി പുരോഗതി. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഒരുവൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ ഒരുവന് ഒരു പുരോഗതിയും നേടാനാവില്ല. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്താലാണ് ഒരുവൻ പൂർണ്ണനായി തീരുന്നത്. ഇവിടെ വ്യക്തമായി ദൃഷ്ടാന്തീകരിച്ചിട്ടുള്ളതുപോലെ ഒരു വൈഷ്ണവൻ എല്ലായ്പ്പോഴും ഭഗവാനാൽ സംരക്ഷിക്കപ്പെടുന്നു. പക്ഷെ അദ്ദേഹം ശാരീരികമായി ദുർബലനാകുന്ന പക്ഷം അദ്ദേഹത്തെ സേവിക്കാൻ ശിഷ്യന്മാർക്ക് അവസരം ലഭിക്കുന്നു. ഈശ്വരപുരി സേവനം കൊണ്ട് തന്റെ ആധ്യാത്മിക ഗുരുവിനെ സംപ്രീതനാക്കി. ആധ്യാത്മിക ഗുരുവിന്റെ അനുഗ്രഹങ്ങളാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സ്വന്തം ആധ്യാത്മിക ഗുരുവായി സ്വീകരിക്കുന്ന വിധത്തിൽ ഉള്ള മഹാ വ്യക്തിത്വമായി തീർന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു ശ്രീ ഈശ്വരപുരിയായിരുന്നു. ചൈതന്യ ദീക്ഷ കൊടുത്ത് നൽകുന്നതിന് മുമ്പ് അദ്ദേഹം നവദ്വീപിൽ പോവുകയും അവിടെ വെച്ച് ഗോപിനാഥാചാര്യന്റെ ഭവനത്തിൽ ഏതാനും മാസങ്ങൾ താമസിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ചൈതന്യൻ അദ്ദേഹവുമായി പരിചയത്തിലാവുകയും അദ്ദേഹം തന്റെ കൃഷ്ണലീലാമൃതം എന്ന ഗ്രന്ഥം പാരായണം ചെയ്ത് കേൾപ്പിച്ച് മഹാപ്രഭുവിനെ സേവിച്ചതായും അറിയപ്പെടുന്നു. ശ്രീ ചൈതന്യ ഭാഗവതം ആദിഖണ്ഡം 11-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഈശ്വരപുരിയെ പരിചയപ്പെടുന്നത്. ഇപ്പൊ ഗോപിനാഥ ആചാര്യന്റെ വീട്ടില് അദ്ദേഹം താമസിക്കുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും. അപ്പൊ അതിനുശേഷം കൃഷ്ണലീലാമൃതം അദ്ദേഹം തന്നെ വായിച്ച് ചൈതന്യ മഹാപ്രഭുവിനെ കേൾപ്പിച്ചു. ഗുരുവൻ തന്റെ ആത്മീയ ഗുരുവിന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കേണ്ടത് എങ്ങനെയെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനായി ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഈശ്വരപുരിയുടെ കുമാരഹട്ടയിലെ ജന്മസ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം ജന്മമെടുത്ത സ്ഥലത്ത് നിന്ന് അല്പം മണ്ണ് ശേഖരിക്കുകയും ചെയ്യുണ്ടായി. ഈ മണ്ണ് അവിടെ നിന്ന് വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിക്കുകയും ദിവസവും അതിൽ നിന്ന് അല്പം എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തത്. ചൈതന്യ ഭാഗവതം ആദിഖണ്ഡം 17-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭക്തന്മാർ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതൃത്വം കൊണ്ട് ആ സ്ഥലത്ത് പോവുകയും അവിടെ നിന്ന് കുറച്ച് മണ്ണ് ശേഖരിക്കുകയും ചെയ്യുന്നത് പരിപാടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മുടെ ഇസ്കോണിലെ ഭക്തന്മാർ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മണ്ണെടുത്ത്
കുറച്ച് ഇങ്ങനെ വായിച്ചിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ബർത്ത് പ്ലേസിൽ പോകുമ്പോഴും നമ്മൾ അവിടെ നിന്ന് മണ്ണെടുത്ത് തലയിലിടും, അതുപോലെ അല്പം എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ പ്രഭുപാദ് പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതൃകയാണ് നമ്മൾ പിന്തുടരുന്നത്. നിജാസ്തിന്ധ്യാശക്തി മാലീഹന സ്കന്ധയ സകല ശകാരാശയ സ്കന്ധ മൂലാശയ. ഭഗവാൻ തന്റെ അചിന്ത്യ ശക്തിയാൽ ഒരേ സമയം തോട്ടക്കാരനും തായ്തടിയുമായി ചാകവുമായി വികസിച്ചു. പരമാനന്ദപുരി ആര കേശവഭാരതി, ബ്രഹ്മാനന്ദപുരി ആര ബ്രഹ്മാനന്ദ ഭാരതി, വിഷ്ണുപുരി കേശവപുരി കൃഷ്ണാനന്ദ, ശ്രീ നശിംബതീർത്ഥാര പുരി സുഖാനന്ദ, മൂല വൃക്ഷമൂലെ മൂലെ വിഷ്ണുകരിലെ വിച്ചിലെ. പരമാനന്ദപുരി കേശവഭാരതി, പരമാനന്ദപുരി ബ്രഹ്മാനന്ദ ഭാരതി, വിഷ്ണുപുരി കേശവപുരി, കൃഷ്ണാനന്ദപുരി, ശ്രീ നശിംബ തീർത്ഥൻ, സുഖാനന്ദപുരി, ഈ 9 സന്യാസികളായ വേരുകളും ആ വൃക്ഷത്തിന്റെ മുഖ്യതടിയിൽ നിന്നാണ് അങ്കുരിച്ചത്. അതിനാൽ ആ വൃക്ഷം ഈ 9 വേരുകളുടെയും ശക്തി ഉറച്ചു നിന്നു. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭു വലിയൊരു വൃക്ഷമാണ് നട്ടത്, അപ്പൊ നട്ടു വളർത്തിയത്. അപ്പൊ അതിൽ നിന്നാണ്, അതിന്റെ ശാഖകളാണ് ഈ 9 സന്യാസിമാര്. അതിലെ പ്രധാന ശാഖ ചൈതന്യ അദ്വൈതാചാര്യ നിത്യാനന്ദ പ്രഭു. അപ്പൊ അതിനാണ് ഓരോ ശാഖകളും ഉപശാഖകളും ഉണ്ടാകും. അപ്പോ പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്, ഇസ്കോൺ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ വലിയൊരു വൃക്ഷത്തിന്റെ ഒരു ശാഖയാണ്. ഇപ്പോ ഇവിടെ പരമാനന്ദപുരി കുറിച്ച് പറയാം. പരമാനന്ദപുരി ഉത്തർപ്രദേശിലെ ത്രിഹൂട്ട് പ്രവിശ്യയിലെ ഒരു ബ്രാഹ്മണ കുടുംബാംഗമാണ്. മാധവേന്ദ്രപുരി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു. പരമാനന്ദപുരി ഗുരു എന്ന് പറയുന്നത് മാധവേന്ദ്രപുരി ആയിരുന്നു, അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു. മാധവേന്ദ്രപുരിയുമായുള്ള ബന്ധത്താൽ പരമാനന്ദപുരി ചൈതന്യ ഭഗവാൻ വളരെ പ്രിയങ്കരനായി തീർന്നു. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളാണ്. സന്യാസീര മധ്യേ ഈശ്വരേര പ്രിയപാത്ര ആരനഹിയേര പുരി മാത്ര ദാമോദര സ്വരൂപ പരമാനന്ദപുരി സന്യാസഭാഷതേ അധികാരി നിരവധി നികടേ ധാകേന ദ്വൈനഃ പ്രഭുരസന്യാസേ കരേ ദണ്ഡേരഗ്രഹണ പൂരിധാനപരദാമോദരേ കീർത്തന യഥപ്രീതി ഈശ്വരേര പ്രിയഗോസ്വാനീരേ ദാമോദര സ്വരൂപോ തഥാ പ്രീതി കരേ. മാധവേന്ദ്രപുരിയുടെ സന്യാസി ശിഷ്യന്മാരിൽ ഈശ്വരപുരിയും പരമാനന്ദപുരിയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായി. ഇപ്പൊ മാധവേന്ദ്രപുരിയുടെ സന്യാസി ശിഷ്യന്മാരിൽ ഈശ്വരപുരിയും പരമാനന്ദപുരിയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ. അപ്പൊ ഈശ്വരപുരിയും പരമാനന്ദപുരിയും മാധവേന്ദ്രപുരിയുടെ ശിഷ്യനായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അവര് ഗുരുതുല്യനാണ് പരമാനന്ദപുരി. അപ്രകാരം പരമാനന്ദപുരി ഒരു സന്യാസിയായിരുന്ന മറ്റൊരു സന്യാസിയായിരുന്ന സ്വരൂപനെ പോലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും അവിടുത്തെ നിത്യ സഹചാരന്മാരും വളരെ പ്രിയപ്പെട്ടവനായി. ചൈതന്യ ഭഗവാൻ സന്യാസം സ്വീകരിച്ചപ്പോൾ പരമാനന്ദപുരി അവിടുന്ന് ദണ്ഡ് സമർപ്പിച്ചു. പരമാനന്ദപുരി എല്ലായ്പ്പോഴും ധ്യാനത്തിലും ശ്രീ സ്വരൂപൻ എല്ലായ്പ്പോഴും ഹരേ കൃഷ്ണ മന്ത്ര കീർത്തനത്തിലും മുഴുകിയിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ഗുരുവായ ഈശ്വരപുരിക്ക് പൂർണ്ണമായി ആദരം അർപ്പിച്ചിരുന്നത് പോലെ പരമാനന്ദപുരിയെയും സ്വരൂപനെയും ബഹുമാനിച്ചിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പരമാനന്ദപുരിയെ ആദ്യം കണ്ടപ്പോൾ താഴെ പറയുന്ന പ്രസ്താവന നടത്തിയതായി ശ്രീ ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 3-ാം അധ്യായത്തിൽ പറയുന്നു. ആദിധന്യലോചന സഫല ആദിജന്മ സഫല അമാരാജി ഹൈല സർവധർമ്മ പ്രഭുബലേ ആജി മോരാ സഫല സന്യാസ ആദിമാ ദേവേന്ദ്ര മോരാ ഹൈല പ്രകാശ. എന്റെ നയനങ്ങളും മനസ്സും എന്റെ ധാർമ്മിക പ്രവർത്തനങ്ങളും എല്ലാം സന്യാസവും എല്ലാം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരമാനന്ദപുരിയുടെ രൂപത്തിൽ മാധവേന്ദ്രപുരി എനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നു.
ചൈതന്യ ഭാഗവതം കൂടുതലായി പറയുന്നു. കഥോക്ഷണേ അന്യോന്യകരേണ പ്രണാമ പരമാനന്ദ പുരി ചൈതന്യേന പ്രിയതാമ. അപ്രകാരം ചൈതന്യ മഹാപ്രഭു തനിക്ക് പ്രിയങ്കനായിരുന്ന പരമാനന്ദപുരിയുമായി സാദര പ്രണാമങ്ങൾ കൈമാറി. പരമാനന്ദപുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ചെറിയ ആശ്രമം സ്ഥാപിക്കുകയും ജലലഭ്യതയ്ക്കായി അവിടെ കിണർ കുഴിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിലെ ജലം കയ്പുള്ളതായിരുന്നു. അതിനാൽ അത് മധുരമുള്ളതാക്കാൻ ഗംഗാജലത്തെ കിണറ്റിലേക്ക് വരാൻ അനുവദിക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥനോട് പ്രാർത്ഥിച്ചു. ജഗന്നാഥൻ ആ അഭ്യർത്ഥന അനുവദിച്ചപ്പോൾ ഇനി മുതൽ പരമാനന്ദപുരിയുടെ കിണറ്റിലെ ജലം ഗംഗാജലമെന്നും പ്രശസ്തമാകുമെന്നും അത് പാനം ചെയ്യുകയോ കുളിക്കുകയോ ചെയ്യുന്ന ഏതൊരു ഭക്തനും തീർച്ചയായും ഗംഗായിലെ ജലം കുടിക്കുകയോ അതിൽ കുളിക്കുകയോ ചെയ്താൽ ലഭിക്കുന്ന അതേ പ്രയോജനം ലഭിക്കുമെന്നും ചൈതന്യ ഭക്തരോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തി നിശ്ചയമായും ഭഗവത് സ്നേഹം വളർത്തും. ചൈതന്യ ഭാഗത്തിൽ അന്ത്യലീല 3:255 പറഞ്ഞിരിക്കുന്നു. പ്രഭു ഇവിടെ ജഗന്നാഥ്പുരിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നോന്നറിയില്ല. പരമാനന്ദപുരി വെൽ എന്ന് പറയും. അപ്പൊ അവിടെ പരമാനന്ദപുരിയുടെ വീട്ടില് അല്ലെങ്കിൽ ആശ്രമത്തിൽ തന്നെ ഒരു കിണർ കുഴിക്കുകയും അപ്പൊ അതില് ആ ജലം അത്ര ശുദ്ധമല്ലായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞാൽ കയ്പ് അനുഭവപ്പെടും. അപ്പോ ചൈതന്യ മഹാപ്രഭു തന്നെ ജഗന്നാഥനോട് പ്രാർത്ഥിച്ചു. അപ്പോ അതിനുശേഷം ആ ജലം വളരെ പരിശുദ്ധമാവുകയും അത് കുടിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഈ ജലം ഗംഗാജലത്തിന് തുല്യമാണ്. അപ്പോ ആരവിടെ കുളിച്ചാലും അതിന്റെ ആത്മീയമായിട്ടുള്ള ഫലം കിട്ടും, ഭഗവത് സ്നേഹം വളരും എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. പ്രഭുപാലേ അമിയെ ആച്ചിയെ പൃഥ്വിവിദേ ഉച്ചയ വിജാനീയ ചൈതന്യ മഹാപ്രഭു പതിവായി ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് പരമാനന്ദപുരിയുടെ ശ്രേഷ്ഠമായ പെരുമാറ്റം കൊണ്ട് മാത്രമാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന് അത്രയ്ക്കും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു പരമാനന്ദപുരിയുടെ. ഗൗരം ഗണോശ ദീപിക 115 പ്രസ്താവിക്കുന്നു, പുരി ശ്രീ പരമാനന്ദേ ആസിദേ ഉദ്ധവപുര. പരമാനന്ദപുരി ഉദ്ധവനല്ലാതെ മറ്റാരുമല്ല. അപ്പൊ ഉദ്ധവന്റെ റീഇൻകാർണേഷനാണ് പരമാനന്ദപുരി. ഉദ്ധവ കൃഷ്ണഭഗവാന്റെ മിത്രവും പിതൃ സഹോദരനുമായിരുന്നു. ചൈതന്യയിലെ അതേ ഉദ്ധവൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സുഹൃത്തും അവരുടെ ശിഷ്യ പരമ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ അവിടുത്തെ മാധുര്യമായിരുന്നു. കേശവഭാരതി, സരസ്വതി, ഭാരതി, പുരി സമ്പ്രദായങ്ങൾ ദക്ഷിണ ഭാരതത്തിലെ ശൃംഗേരി മഠത്തിൻ്റെതാണ്. ഭാരതീയ സമ്പ്രദായ അംഗങ്ങൾ ശ്രീ കേശവഭാരതി ആ സ്ഥലത്ത് കഡ്വായിൽ ഒരു മഠത്തിലായിരുന്നു വസിച്ചിരുന്നത്. ആധികാരികമായ ചില അഭിപ്രായങ്ങൾ പ്രകാരം കേശവഭാരതി ശങ്കര സമ്പ്രദായത്തിന്റെ ആയിരുന്നെങ്കിലും അദ്ദേഹം പണ്ട് ദീക്ഷ സ്വീകരിച്ചത് ഒരു വൈഷ്ണവിൽ നിന്നായിരുന്നു. മാധവേന്ദ്രപുരിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിനാൽ അദ്ദേഹം വൈഷ്ണവനായി തീർന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മാധവേന്ദ്രയിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ചതെന്നും ചിലർ പറയുന്നു. കേശവഭാരതി സ്ഥാപിച്ച ക്ഷേത്രവും വിഗ്രഹവും ഇപ്പോഴും ബർദ്വാൻ ജില്ലയിൽ കന്തര തപാൽ വിലാസത്തിൽ പതിയിലുള്ള കട്ടുണ്ടി ഗ്രാമത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ മഠത്തിന്റെ ഭരണാധികാരിയുടെ അഭിപ്രായം അനുസരിച്ച് പുരോഹിതന്മാർ കേശവഭാരതിയുടെ പിൻഗാമികളാണ്. വിഗ്രഹത്തിന്റെ ആരാധകർ കേശവഭാരതിയുടെ പുത്രന്മാരുടെ പിൻഗാമികളാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഗൃഹസ്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിന് നിശാപതി എന്നും ഊഷ്മളപതി എന്നും നാമമുള്ള 2 പുത്രന്മാരുണ്ടായിരുന്നു. ശ്രീ ഭക്തിയാസക്തി ഠാക്കൂർ ഈ ക്ഷേത്രം സന്ദർശിച്ച സമയത്ത് നിശാദപതിയുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന ശ്രീ നഗടിചന്ദ്ര വിദ്യാധരൻ ആയിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള പുരോഹിതൻ. ചിലരുടെ അഭിപ്രായം അനുസരിച്ച് ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ കേശവഭാരതിയുടെ സഹോദരന്റെ കുടുംബാംഗങ്ങളായിരുന്നു. ഇവർ കേശവഭാരതിയുടെ മറ്റൊരു ശിഷ്യനായിരുന്ന മാധവ ഭാരതിയുടെ പിൻഗാമികളായിരുന്നുവെന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. മാധവേന്ദ്ര ഭാരതിയുടെ ശിഷ്യനും പിന്നീട് ഭാരത സമ്പ്രദായത്തിലെ ഒരു സന്യാസിയായി തീർന്ന ബലഭദ്രന്
അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥ ജീവിതത്തിൽ മദൻ എന്നും ഗോപാൽ എന്നും പേരുള്ള 2 പുത്രന്മാരുണ്ടായിരുന്നു. ഭാരതി എന്ന് കുലനാമം ഉണ്ടായിരുന്ന മദനൻ ഔരിയ ഗ്രാമത്തിലും ബ്രഹ്മചാരി എന്ന കുലനാമം ഉണ്ടായിരുന്ന ഗോപാലൻ വേണ്ടു ഗ്രാമത്തിലുമാണ് ജീവിച്ചിരുന്നത്. 2 കുടുംബങ്ങളിലെയും ജീവിച്ചിരുന്ന അനേകം പിൻഗാമികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോ പല അഭിപ്രായങ്ങള് വരുന്നുണ്ട്. അതാണ് പ്രഭുപാദ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്തായാലും അവരുടെ പിൻഗാമികളാണ് അവിടെ ആരാധന ചെയ്യുന്നത്. മധുരയാം യജ്ഞസൂത്രം പുരാ കൃഷ്ണായ യോഗിനി ഗൗ കാന്തിബി സോഭു അദ്യ കേശവഭാരതി. അപ്പോ കേശവഭാരതിയാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചായിട്ട് നമുക്കറിയാം. അപ്പോ ആരാണ് കേശവഭാരതി പറയുന്നത്? ഗൗരഗണയിൽ പറയുന്നത് മുമ്പ് കൃഷ്ണനും ബലരാമനും പൂർവ്വം നൽകിയ സാന്തി മുനിയാണ് പിന്നീട് കേശവഭാരതിയായത് പറയുന്നത്. അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭുവിനെ സന്യാസം നൽകിയത്. ഗൗരവ ഗണേശ ദീപികയിൽ 17 കേശവഭാരതിയെ പറ്റി മറ്റൊരു പ്രസ്താവനയും കൊണ്ട് ചില ആധികാരിക അഭിപ്രായങ്ങൾ അനുസരിച്ച് കേശവഭാരതി അക്രൂരന്റെ അവതാരമാണ്. ഇപ്പോ ചിലപ്പോ അക്രൂരനും ആയിരിക്കാം. കേശവഭാരതി ചൈതന്യ മഹാപ്രഭുവിന് ശഹാബ്ദം 1532 AD 1510 കട്വായിൽ വെച്ച് സന്യാസ ദീക്ഷ നൽകി. വൈഷ്ണവ മഞ്ജുഷ 2ാം ഭാഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാനന്ദപുരി ശ്രീ ബ്രഹ്മാനന്ദപുരി ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ കീർത്തനം നിർവഹിക്കുമ്പോൾ അവിടുത്തെ മുഖ്യ സഹായികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ജഗന്നാഥ്പുരിയിലും ചൈതന്യ ഭഗവാന്റെ കൂടെയും ഉണ്ടായിരുന്നു. ബ്രഹ്മാനന്ദൻ എന്ന നാമം മായാവതി സന്യാസിമാർ മാത്രമല്ല വൈഷ്ണവ സന്യാസിമാരും സ്വീകരിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ആത്മീയ സഹോദരന്മാരിൽ ബുദ്ധികളായ ഒരുവൻ നമ്മുടെ സന്യാസിയായ ബ്രഹ്മാനന്ദ സ്വാമിയുടെ നാമം മായാവതി നാമമാണെന്ന് പറഞ്ഞ് വിമർശിക്കുകയുണ്ടായി. ബ്രഹ്മാനന്ദൻ എന്ന നിരാകാര ബ്രഹ്മത്തെ മാത്രമല്ല പ്രതിപാദിക്കുന്നതെന്ന് ബുദ്ധിയായ മനുഷ്യന് അറിയില്ലായിരുന്നു. പരബ്രഹ്മം പരമോന്നതനായ ബ്രഹ്മം കൃഷ്ണനാണ്. അതുകൊണ്ട് കൃഷ്ണന്റെ ഒരു ഭക്തനെയും ബ്രഹ്മാനന്ദൻ വിളിക്കാം. അപ്പോൾ ചിലര് ഇത് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള അല്ല പേരെന്ന് പറയും. അതാണ് പ്രഭുപാദ് പറയാൻ കാരണം. ബ്രഹ്മാനന്ദപുരി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ മുഖ്യ സന്യാസി പാർശ്വതന്മാരിൽ ഒരുവനായിരുന്നു എന്നതിന് തെളിവാണ്. ബ്രഹ്മാനന്ദ ഭാരതി, അതായത് ബ്രഹ്മാനന്ദ ഭാരതി ചൈതന്യ മഹാപ്രഭുവിന്റെ ജഗന്നാഥ്പുരി ദർശിക്കാൻ പോയി. ആ സമയത്ത് ശരീരം മറയ്ക്കുന്നതിന് ഒരു മാൻതോൽ മാത്രം ധരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. ഈ മാൻതോൽ ആവരണം തനിക്ക് ഇഷ്ടമില്ലെന്ന് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് പരോക്ഷമായി സൂചിപ്പിച്ചു. ഓരോ പ്രാവശ്യവും അദ്ദേഹം മാൻതോല് ധരിച്ചുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നത്. ചൈതന്യ മഹാപ്രഭു അത് ഇഷ്ടമില്ല എന്ന് പറയുകയും ചെയ്തു. ബ്രഹ്മാനന്ദ ഭാരതി അതിനാൽ അത് ഉപേക്ഷിക്കുകയും വൈഷ്ണവ സന്യാസിമാർ ഉപയോഗിക്കുന്നവരുള്ള കാവ്യ പോകുകയും സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനൊപ്പം കുറെ കാലം വസിച്ചു. മൂല പരമാനന്ദപുരി മഹാധീര അഷ്ടദിഗേ അഷ്ടമൂല വൃക്ഷ കൈല സ്ഥിര. സമചിത്തനും ധീരനുമായ പരമാനന്ദപുരി എന്ന കേന്ദ്ര പേരും മറ്റ് 8 ദിക്കിലുള്ള 8 പേരുകളും ചേർന്ന മഹാപ്രഭുവാകുന്ന വൃക്ഷം ദൃഢമായി ഉറച്ചു നിന്നു. സ്കന്ദേര ഉപേര ബഹുശാഖ ഉപജീല ഉപരി പരിശാഖ അസംഖ്യ. തായ്തടിയിൽ നിന്നും അനേകം ശാഖ മുളച്ചു. അവയ്ക്ക് മുകളിൽ അസംഖ്യം വേറെയും. വിഷവിശാഖ കരിയേക മണ്ഡല മഹാമഹാശാഖ ബ്രഹ്മാണ്ഡ സഹല. അപ്രകാരം ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ ഒരു മണ്ഡലത്തിന് അഥവാ ഒരു സമൂഹത്തിന് രൂപം നൽകി. അങ്ങനെ മഹാശാഖകൾ വിശ്വത്തെ മുഴുവനും ആവരണം ചെയ്തു. നമ്മുടെ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതി ചൈതന്യ മഹാവൃക്ഷത്തിന്റെ ശാഖകളൊന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ഇസ്കോണും ചൈതന്യ മഹാപ്രഭുവിന്റെ വൃക്ഷത്തിന്റെ
ഒരു ശാഖയാണെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ എല്ലാം ചൈതന്യ മഹാപ്രഭുവുമായിട്ട് കണക്റ്റഡ് ആണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ വൃക്ഷവുമായി കണക്റ്റഡ് ആണ്. 19 ഏകൈക ശാഖാന്തോപശാഖാ ശതം ഓരോ ശാഖയിലും 100 കണക്കിന് ഉപശാഖകൾ വളർന്നു. അങ്ങനെ എത്ര ശാഖകൾ വളർന്നുവെന്ന് എണ്ണാൻ ആവുന്നില്ല. മുഖ്യ ശാഖാഗണേരനാമ അഗഗണ ആകേതേ കരിഭാഷുന വൃക്ഷേരവർണ്ണന. എണ്ണമറ്റ ശാഖകളിൽ സർവപ്രധാനമായതിന്റെ നാമങ്ങൾ നൽകാൻ ഞാൻ ശ്രമിക്കാം. ദയവായി ചൈതന്യപുരുഷത്തിന്റെ വിവരണം കേൾക്കുക. 21 വൃക്ഷേരോപശാഖാഹൈലാം ദ്വിസ്കന്ധ ഏക അദ്വൈതനാമ ആരാ നിത്യാനന്ദ. വൃക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് തായ്ച്ചെടി 2 ഭാഗങ്ങളായി തിരിയുന്നു. അത് ഒന്ന് ചൈതന്യ അദ്വൈതത്വവും മറ്റത് നിത്യാനന്ദത്വവുമാണ്. സ്കന്ധേ ഉപശാഖ ഉപജീലാം താരാ ഉപശാഖ ഗണേ ജഗത്സായിലാം. ഈ 2 തായ്ച്ചെടികളിൽ നിന്നും ധാരാളം ശാഖകളും ഉപശാഖകളും വളരുകയും അവ ലോകത്തെ മുഴുവൻ ആവരണം ചെയ്യുകയും ചെയ്തു. ബദ്ധശാഖ ഉപശാഖ താര ഉപശാഖ യഥോപജീലാതാര കരീബാം. ഈ ശാഖകളും ഉപശാഖകളും അവയുടെ ഉപശാഖകളും അസംഖ്യങ്ങളായതിനാൽ അവയെക്കുറിച്ച് എഴുതുവാൻ ആർക്കും സാധിക്കില്ല. ശിഷ്യപ്രവിശ്യ ആരാ ഉപശിഷ്യകളെ ജഗത് വ്യാപിലാതാരാനഹീല. അപ്രകാരം ശിഷ്യന്മാരും പ്രവിശിഷ്യന്മാരും അവരുടെ ആരാധകരും ലോകത്തുടനീളം വ്യാപിച്ചു. അവിടെ എല്ലാം സംഖ്യ കണക്കാക്കുക അസാധ്യമാണ്. ഉടുംബരവൃക്ഷ യോന ഫലേ സർവ അംഗേ ജൈമത ഭക്തിവൃക്ഷ സർവത്ത ഫലരാഗേ. ഒരു വലിയ അത്തിമരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഫലങ്ങൾ കായ്ക്കുന്ന പോലെ ഭക്തിവൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഫലങ്ങൾ ഉണ്ടായി. ഭാവാർത്ഥം: ഭക്തിസേവനത്തിന്റെ ഈ വൃക്ഷം ഭൗതിക വൃക്ഷത്തിലെ അല്ല, ആധ്യാത്മിക ലോകത്തിൽ വളരുന്നു. അവിടെ മരത്തിന്റെ വിവിധ ശാഖകൾ തമ്മിൽ വ്യത്യാസമില്ല. അത് കർക്കണ്ടം കൊണ്ടുണ്ടാക്കിയ മരം വൃക്ഷം പോലെയാണ്. അതിന്റെ ഏത് ഭാഗത്തും എല്ലായ്പ്പോഴും മധുരം രുചിക്കാൻ കഴിയും. ഭക്തിവൃക്ഷം വൈവിധ്യമാർന്ന ശാഖകളോടും ഇലകളോടും ഫലങ്ങളോടും കൂടിയതാണ്. പക്ഷെ അവയെല്ലാം പരമജീവിത പുരുഷനായ ഭഗവാന്റെ സേവനത്തിന് ഉദ്ദേശിക്കപ്പെട്ടുള്ളവയാണ്. ഭക്തിപരിത സേവനത്തിന് 9 വ്യത്യസ്ത പ്രക്രിയകളുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ശക്തിമാത്മവിധം. പക്ഷെ അവയെല്ലാം ഭഗവത് സേവനത്തിന് മാത്രം ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുവൻ ശ്രവിക്കുകയോ കീർത്തിക്കുകയോ സ്മരിക്കുകയോ ആരാധിക്കുകയോ എന്ത് ചെയ്താലും അവന്റെ പ്രവൃത്തികളെല്ലാം ഒരേ ഫലം നൽകും. ഈ പ്രക്രിയയിൽ ഏറ്റവും അനുയോജ്യമായി ഏതൊന്ന് ഭക്തന്റെ അഭിരുചിയെ ആശ്രയിച്ചിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ 25 ശ്ലോകം വരെ വായിച്ചു. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ള ചൈതന്യ മഹാപ്രഭു ഒരു വലിയ വൃക്ഷം യാണ് വളർത്തിക്കൊണ്ടുവന്നത്. അത് ഇസ്കോൺ ഒരു ബ്രാഞ്ച്, വൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ച് ഇസ്കോൺ ആണ്. അതുപോലെ എന്തിനു വേണ്ടിയാണ് വൃക്ഷം വളർത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കണം, കായ്. അതാണ് ഭഗവത് പ്രേമം, അതായത് കൃഷ്ണപ്രേമം. അപ്പൊ അത് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം. അപ്പൊ അതിന് എല്ലാവരെയും ചൈതന്യ മഹാപ്രഭു ക്ഷണിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൽപ്പവൃക്ഷം പോലെയാണ്. കാരണം എന്ത് ചോദിച്ചാലും കൽപ്പവൃക്ഷം തരും. അപ്പൊ അതുപോലെ ചിലര് ഭക്തിയുടെ സേവനം ചെയ്തിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഭഗവാൻ അത് സാങ്ഷൻ ചെയ്യുകയും ചെയ്യും. കാരണം കൽപ്പവൃക്ഷമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഭൗതിക ആഗ്രഹങ്ങളിൽ കുടുങ്ങി അല്ലെങ്കിൽ ഫലേച്ഛ കർമ്മങ്ങളിൽ കുടുങ്ങി നമ്മുടെ ഭക്തി നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രേമം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലെല്ലാവരും വളരെ ജാഗ്രത പുലർത്തണം. കാരണം ഭക്തി സേവനം ചെയ്യുമ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒരേ സമയം വളർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ചെടി നടുമ്പോൾ അതിലെ കളകൾ വളർന്നു വരും.
അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് തന്നെ വളർന്നു വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. 23 വരെയല്ലേ പ്രഭു വായിച്ചത്? 25 വരെ വായിച്ചു. 26 മുതലാണ് വായിക്കാനുള്ളത്. 25 മുതൽ വായിക്കണം. ഇല്ല, 26 മുതൽ വായിക്കണം. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. 25 വരെ വായിച്ചു. ശരി പ്രഭു. ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ എന്തെങ്കിലും കമന്റ്സ് ഇല്ലെങ്കിൽ ഇവിടെ നിർത്താം. സ്ഫുടത ഇല്ലെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ ഒരു ട്രീറ്റ്മെന്റിലാണ്, ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോ ഹരേ കൃഷ്ണ. എന്തെങ്കിലും പ്രഭു എന്നത്തേനേക്കാളും ക്ലിയർ ഉണ്ടായിരുന്നു പ്രഭു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ല, നമ്മളെ ഭക്ഷണം ഇവിടെ കുറവാണ്. അപ്പോ ട്രീറ്റ്മെന്റിലാണ് കോവളത്ത്. പ്രഭുവിന് പ്രസാദം കൊണ്ട് തരാൻ പറ്റുമോ? എനിക്ക് കൊണ്ട് തരാം പ്രഭു. പ്രസാദം കൊണ്ട് തരാൻ പറ്റുമോ? അതോ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ആണ് കഴിക്കേണ്ടത്. ഓക്കെ 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 പ്രഭു. ഓക്കെ. പത്യമാണ്. ശരി പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.